നിലക്കൊണ്ടിരുന്നു. സാക്ഷാൽ തൗഹീദ് തന്നെ അവർ വച്ചു പുലർത്തിയിരുന്നു. ആ തൗഹീദിന്റെ ആരാധനകളിൽ നിന്ന് അവർക്ക് ലഭ്യമായ ചില ആരാധനകൾ അവർ കൊണ്ടു നടന്നിരുന്നു. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ അങ്ങനെ അവശേഷിച്ചതാണ്. അതിനിടയിൽ കഅബയുടെ സാരഥ്യം ഏറ്റെടുത്തിട്ടുള്ള ഖുസാഅത്ത് ഗോത്രക്കാരിൽപ്പെട്ട അവരുടെ നേതാവ് അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ആളാണ് മക്കയിലേക്ക് ശിർക്ക് കൊണ്ടുവന്നത്. ശിർക്കിന്റെ വിശ്വാസത്തെ ഇറക്കുമതി ചെയ്യാൻ ഇടയാക്കിയിട്ടുള്ള ആൾ അദ്ദേഹമാണ്. ഇതൊരു ചെറിയ വിവരണം. അതിനാധാരമായ സംഭവവും ഇമാം റാസിയെ തന്നെ നാം ഉദ്ധരിക്കുന്നു. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ ഇമാം റാസിയുടെ തഫ്സീർ ഈ പിടിച്ച വാല്യപ്രകാരം 214 പേജ്, നേരത്തെ വായിച്ചത് 212 പേജ്. ഈ പിടിച്ചത് തന്നെ എല്ലാവർക്കും അറിയാം. ഫലാത്ത് ജഅലുലില്ലാഹി അന്താദാന്ന അൽ ബഖറയിലെ 1-ാമത്തെ ശിർക്ക് പറയുന്ന ആയത്ത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം വിവരിക്കുന്നു അൽ മസ്അലത്തു സാലിസ, 3-ാമത്തെ വിഷയം. അന്നൽ യൂനാനിയീന കാനൂ ഖബല ഖുറൂജിൽ ഇസ്കന്ദർ. ഗ്രീസുകാർ അലക്സാണ്ടർ ചക്രവർത്തിയുടെ വെളിപ്പാടിന് മുൻപ് അമിദു ഇലാ ബിനായി ഹയാക്കില ലഹു, ഏതാണ്ട് ചില ശില്പങ്ങൾ ഉണ്ടാക്കുവാൻ വിചാരിച്ചു. മഅറൂഫത്തുൻ ബി അസ്മാഇൽ ഖുവർ റൂഹാനിയ വൽ അജ്റാം അൻ-നയ്യറ വത്തഖദൂഹാ മഅബൂദൻ ലഹും അലാ ഹിദ. ചില പ്രത്യേകമായ ആത്മീയ സിദ്ധികളുള്ള, ശോഭയുള്ള ചില പ്രത്യേക ഘടികളെയും വസ്തുക്കളെയും ചില ആത്മീയ ശക്തിയുള്ള പേരുകളും കൊണ്ട് അറിയപ്പെട്ട ചില ശില്പങ്ങൾ ഉണ്ടാക്കാനും അവയെ ആരാധ്യ വസ്തുക്കളാക്കാനും വെച്ചു. وقد كان هيكل العلة الأولى وهي عندهم الأمر الإلهية وهيكل العقل الصريح وهيكل السياسة المطلقة وهيكل النفس والصور مدبرات كلها. ഈ പറയപ്പെട്ടതൊക്കെ വൃത്തത്തിലുള്ള ഹൈക്കലുകളായിരുന്നു. ഏതൊക്കെ? ദൈവികമായിട്ട് അവരെണ്ണുന്ന ഒരുപാടുണ്ട്. ഓന്റെ ശാസ്ത്രം തിരിഞ്ഞാലേ തിരിയുള്ളൂ. ഗ്രീക്ക് തത്വചിന്ത പ്രകാരം പ്രഥമ ഹേതുവാണ് ദൈവത്തിന്റെ അംശം. ആ പ്രഥമ ഹേതു കഴിഞ്ഞിട്ടുള്ള ചിലത് അഖൽ, സിയാസ, നഫ്സുനാത്തിഖ എന്നിങ്ങനെ പലതും അവർ പറയും. ആ പറയുന്ന രീതിയിലെല്ലാം ഉള്ളതിന് രൂപമുണ്ടാക്കുന്നത് വൃത്താകൃതിയിലുള്ള രൂപം. വകാന ഹൈക്കൽ സുഹൽ, ശനി ഗ്രഹത്തിന്റെ അന്ന് സപ്തഗ്രഹ സിദ്ധാന്താണ്. സപ്തഗ്രഹങ്ങൾ പ്രകാരം ശനി എന്ന ഗ്രഹത്തിന്റെ ഹൈക്കൽ മുസദ്ദസൻ, 6 കോണായിരുന്നു. വഹൈക്കലുൽ മുസ്തരി, വ്യാഴം എന്ന ഗ്രഹത്തിന്റെ ഹൈക്കൽ മുസല്ലസൻ, ത്രികോണമായിരുന്നു. വഹൈക്കലുൽ മിർരിഹ്, ചൊവ്വാഗ്രഹത്തിന്റെ ഹൈക്കൽ മുസ്തതീലൻ, നീണ്ടതായിരുന്നു. വഹൈക്കലുൽ ശംസ്, സൂര്യഗോളത്തിന്റെ ഹൈക്കൽ മുറബ്ബഅൻ, ചതുരാകൃതിയിലായിരുന്നു. വഹകാന ഹൈക്കലുൽ സുഹറ, ശുക്രൻ എന്ന ഗോളത്തിന്റെ ഹൈക്കൽ മുസല്ലസൻ, ത്രികോണത്തിലായിരുന്നു. ഫീ ജൗഫിഹി മുറബ്ബഅ, അതിനുള്ളിലൊരു ചതുർകോണവും. വഹൈക്കലുൽ ഉതാരി, ബുധൻ എന്ന ഗ്രഹത്തിന്റെ ഹൈക്കൽ മുസല്ലസൻ, അത് ത്രികോണമായിരുന്നു. ഫീ ജൗഫിഹി മുസ്തതീൽ, അതിന്റെ ഉള്ളിൽ നീണ്ടതും. വഹൈക്കലുൽ ഖമർ, ചന്ദ്രന്റെ ആകൃതി മുഹമ്മനൻ, 8 കോണാകൃതിയിലും. ഇങ്ങനെയുള്ള ശില്പങ്ങൾ ഉണ്ടാക്കി. ഈ ശില്പങ്ങൾ ദൈവപ്രതിനിധികളായി വച്ച് പൂജിച്ചു വരുന്ന ഗ്രീസുകാർ അവരുടെ ആരാധ്യ വസ്തുക്കളായി ഇത്തരം വിഗ്രഹങ്ങളെ ആരാധിച്ചു വരുന്ന വഴക്കം നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്നു. സാബൂർ എന്ന പേർഷ്യൻ ചക്രവർത്തി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ എത്രയോ തലമുറയ്ക്ക് ശേഷമാണ് മക്കയിൽ ജനിക്കുന്നതും നബിയായി അവതരിക്കുന്നതും. ആ സാബൂർ എന്ന ചക്രവർത്തിയുടെ കാലത്ത് പേർഷ്യയും റോമും അടങ്ങുന്ന സാമ്രാജ്യത്തിനുള്ളിൽ ജീവിച്ചിരുന്ന യുനാനി ഗ്രീക്ക് തത്വചിന്തകന്മാർ ഉണ്ടാക്കി കൊടുത്ത ഈ ദൈവങ്ങളാണ് അത്രയും ജനത പൂജിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങൾ. ഇനി ചരിത്രകാരന്മാർ വിവരിക്കുന്നു, അന്ന് അംറബന ലുഹയ്യൻ, ഖുസായി ഗോത്രക്കാരനായ അംറബന ലുഹയ്, ലമ്മാ സാദ ഖൗമഹു വതറഅസ അലാ തബഖാതിഹിം, മക്കയിലെ നേതാവായി വന്നു മക്കയിലെ ഖുറൈശികളുടെ പല തടുക്കുകളുടെയും പലരുടെയും നേതൃത്വത്തിൽ വന്നു. വലിയ അംറൽ ബൈത്തുൽ ഹറാം, കഅബയുടെ നേതൃത്വവും അധികാരവും അയാൾ ഏറ്റെടുത്തപ്പോ ഇത്തഫഖത ലഹു സഫറത്തുൻ ഇലൽ ബൽഖാ, ഷാമിലെ ബൽഖ പ്രദേശത്തേക്ക് ഒരു യാത്ര യാദൃച്ഛികമായി അയാൾക്ക് വന്നു. ആ യാത്രക്കിടയിൽ ഇമാം ഇബ്നു കസീർ വിവരിക്കുന്നു, മആബ് എന്ന പ്രദേശത്ത് അയാൾ എത്തി. മആബ് എന്ന പ്രദേശത്ത് എത്തി നോക്കുമ്പോ വിഗ്രഹപൂജകരായ കുറെ ആളുകളെ കണ്ടു. ഇത് അറബികൾക്ക് അറിയില്ല. അംറുബ്നു ലുഹയ്യ് നടാടെ കാണുകയാണ്. ഇമാം റാസി വിവരിക്കുന്നത് ശ്രദ്ധിക്കണം. ഗ്രീക്കുകാർ അവരുണ്ടാക്കിയിരുന്ന പ്രതിമകൾക്കും ശില്പങ്ങൾക്കും ഇബാദത്ത് ചെയ്യുന്ന വഴക്കം നൂറ്റാണ്ടുകളോളം തുടർന്നുകൊണ്ടിരിക്കെ ബനു ഇസ്മായിൽ എന്ന അറബുകളിൽ നിന്നുള്ള
ഖുസാഅത്ത് ഗോത്രക്കാരായ കഅബയുടെ സാരഥികളിൽപ്പെട്ട നേതാവ് യാദൃച്ഛികമായി മൽക്കായിലേക്ക് ഷാമിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നപ്പോ മഅബ് എന്ന പ്രദേശത്തെത്തിയപ്പോൾ വിഗ്രഹാരാധകരായ ഒരു കൂട്ടത്തെ കണ്ടു. ഫസഅലഹും അൻഹാ, ചോദിച്ചു അവരോട് ഇതിനെ കുറിച്ച്. ഫഖാലു ഹാദിഹി അർബാബ്, ഇതൊക്കെ ഞങ്ങളെ റബ്ബല്ലേ. നോക്കി നിങ്ങൾ, തലക്ക വിഗ്രഹാരാധന വരുന്നത് തന്നെ അള്ളാഹുവിന്റെ പുറമെ റബ്ബുകളുണ്ട് എന്നുള്ള വിശ്വാസപ്രകാരമാണ്. ഇവിടെ അത്തൗഹീദും തുടർന്ന് വരുന്ന അത്തൗഹീദിന്റെ തൗഹീദുകാരും പ്രചരിപ്പിക്കുന്നതോ അള്ളാഹുവാണ് ഏക റബ്ബ്, വേറൊരു റബ്ബില്ല എന്നുള്ള വിശ്വാസത്തിൽ റുബൂബിയ്യത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരിക്കലും ശിർക്ക് ഉണ്ടായിട്ടില്ല, തൗഹീദേ ഉണ്ടായിട്ടുള്ളൂ. ഉലൂഹിയ്യത്തിൽ ഇലാഹിൽ മാത്രമേ അവർ തൗഹീദിന് ഭംഗം വരുത്തി ശിർക്ക് വെച്ചിട്ടുള്ളൂ എന്ന് ഏത് മണ്ണാകട കിതാബിൽ നിന്ന് അവർക്ക് കിട്ടിയത്? ഇവരുടെ ചരിത്രത്തിൽ നിന്ന് ഒരു ചരിത്രത്തിലും ഇത് പറയുന്നില്ല. അവരിൽ ശിർക്ക് കടന്നു വന്ന വെളിവേറിക്കുന്ന ഏത് ചരിത്ര ഗ്രന്ഥങ്ങൾ എടുക്കട്ടെ, അവരുടെ നേതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾ എടുക്കട്ടെ, ഏത് ഗ്രന്ഥങ്ങളിലും കാണാം അവരിലേക്ക് ശിർക്ക് കടന്നു വരുന്നത് തന്നെ ഹാദിഹി അർബാബ്, ഇത് ഞങ്ങളുടെ റബ്ബുകളല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ്. ഇന്നെന്നെ അർബുകള് അർബാബ് റബ്ബ് എന്ന് അറിയാനല്ലേ മരിക്കാത്തത്, ഇലാഹാനെന്ന് അറിയാനല്ലേ പേടി. ഇന്നത്തെ സൗദികൾക്ക് അർബാബ് അർബാബ് എന്ന് പറഞ്ഞാൽ റബ്ബ് എന്നതിന്റെ ബഹുവചനാണ്. റബ്ബ് എന്നതിന്റെ ബഹുവചനമാണ് അർബാബ്. അപ്പൊ ഒരു കെഫീലിനെ കണ്ടാല്, കടയുടെ മുതലാളിനെ കണ്ടാല്, വിസയുടെ മുതലാളിനെ കണ്ടാല് നമ്മുടെ തൊഴിലാളി എന്താ പറയാ? ഇതാരാ? നമ്മൾ അർബാബ്, നമ്മൾ അർബാബ്. അപ്പൊ റബ്ബിന്റെ ബഹുവചനമായ അർബാബ് സ്വന്തം രക്ഷിതാക്കളെയും കെഫീലിനെയും പറയാൻ ഇവിടുത്തെ സാധാരണക്കാർക്ക്, മക്കയിലെ സാധാരണക്കാർക്ക്, അറേബ്യയിലെ സാധാരണക്കാർക്ക് മടില്ല. നേരെ മറിച്ച് ഇത് നമ്മൾ ആലിഹത്താന്ന് പറയില്ല, ആലിഹത്താന്ന് പറയില്ല. എന്താ കാരണം? അങ്ങനെ അർബാബ് അത് ഈ ഭരണകൂടം ഉണ്ടാക്കിയെടുത്താണോ എന്നറിയില്ല. റബ്ബ് എന്നറിയുന്ന പദം വാസ്തവത്തിൽ ഇലാഹി എന്നതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന, യജമാൻ ഉപയോഗിച്ചിരുന്ന പദമാണ്. അത് ഏക റബ്ബിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറയാൻ പാടില്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നിരവധി അതിനെ ലംഘിക്കും. അവിടെ ഞാൻ കടന്നിട്ടില്ല. അർബാബാണ് എന്ന് ഇവർ പറഞ്ഞു. ഞങ്ങൾക്ക് മഴ കിട്ടുന്നത് ഇവരെ കൊണ്ടാണ്, ഞങ്ങൾക്ക് സഹായം കിട്ടുന്നത് ഇവരെ കൊണ്ടാണ്. അതിനൊരു ദൈവത്തെ നിങ്ങൾ എനിക്ക് തന്നിട്ട് സഹായിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവരുടെ റബ്ബുകളിൽ നിന്ന് ഒരു റബ്ബിനെ എനിക്ക് തരണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഹുബൽ എന്ന ദേവനെ അവർക്ക് നേരത്തെ കൊടുത്തു. ഹുബൽ എന്ന ദേവൻ മനുഷ്യന്റെ രൂപമുള്ളതാണ്. കഅബയുടെ നടുവിൽ ഇയാൾ കൊണ്ടുവന്ന് പിന്നീട് പ്രതിഷ്ഠിച്ചത് ഹുബൽ ദേവനാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് ഉഹദ് യുദ്ധം ജയിച്ചുപോയി എന്ന് പെരുമ്പറ മുഴക്കിക്കൊണ്ട് അബൂ സുഫിയാൻ ബിൻ ഹർബ് അന്ന് പോകുമ്പോ എന്ന് വിളിച്ചിട്ടാ അബൂ ജഹൽ പോയത്, അബൂ സുഫിയാൻ പോയത് റളിയല്ലാഹു അൻഹു. പിന്നെ വിശ്വസിച്ച സ്വഹാബിയാണ്. അന്ന് ഉഹദ് യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ നായകനായിരുന്നു. ആ ഹുബുൽ എന്ന ദേവനെ കൊണ്ടുവന്നതാരാണ്? റബ്ബായി കൊണ്ടുവന്നതാണ്. ഗ്രീസുകാരുടെ റബ്ബുകളുടെ കൂട്ടത്തിൽ നിന്ന് ഹുബുൽ എന്ന ദേവനെ ഫസാറബിഹി ഇലാ മക്ക, അയാൾ മക്കയിലേക്ക് കൊണ്ടുവന്നിട്ട് കഅബയിൽ വെച്ചു. ഇതിനെ ആരാധിക്കാനും ബഹുമാനിക്കാനും ജനങ്ങളോട് പറഞ്ഞു. പേർഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണിത്. എന്നിട്ട് ഇമാം റാസി വിവരിക്കുന്നു, ഇതാണ് തുടക്കമെങ്കിലും 3 നൂറ്റാണ്ട് കാലത്തെ ഖുസായി ഭരണത്തിലെ അംർ ഇബ്നു ലുഹയ്യിന്റെ ഈ കൊണ്ടുവരൽ നിമിത്തം പിന്നെ മക്കയിലെ മുശ്രിക്കുകൾ എവിടെ എത്തിയെന്നറിയുമോ? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽപ്പെട്ടതാണ് വമദാൻ, ഒരു ക്ഷേത്രം. അല്ലദീ ബനാഹു വഹാദ് അലാ ഇസ്മി സുഹറാ, ശുക്രന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട, ശുക്രദേവൻ എന്ന പേരിൽ ഉണ്ടാക്കപ്പെട്ട ഏറ്റവും സുന്ദരമായ വിഗ്രഹമായ വമദാനെ പ്രതിഷ്ഠിച്ച വമദാൻ ക്ഷേത്രം മദീനത്തി സ്വൻആ, യമനിലെ സ്വൻആ പട്ടണത്തിൽ. വഖറബഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് അത് പൊളിച്ചത് പിന്നീട്.